ഹലോ. കഴിഞ്ഞ ആഴ്ചത്തെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അടുത്തൊന്നും ഞാനൊരു ലോങ് വീഡിയോ ചെയ്യൂല എന്ന് കേട്ടോ. പക്ഷെ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാനിതാ പുതിയൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഈ ഒരു ലോങ് വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് വീക്കെൻഡ് ആയിരുന്നു കേട്ടോ ഇത്. കാരണം ഒരു അൺഎക്സ്പെക്റ്റഡ് സ്നോ ഡേ ആയിരുന്നു. യൂഷ്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും സ്നോ വാർണിംഗ് അഹെഡ് ഓഫ് ടൈം കിട്ടാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം വീക്കെൻഡ് ആയതുകൊണ്ടാണ് തോന്നുന്നു സ്കൂളിൽ നിന്നൊന്നും നോട്ടീസ് വന്നില്ല. രാവിലെ എണീറ്റ് മോള് വിൻഡോ ഓപ്പൺ ചെയ്തപ്പോഴാണ് സ്നോ കാണുന്നത്. അത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അങ്ങനെ എണീറ്റ് വീട്ടിലെല്ലാ കർട്ടൻസും ഓപ്പൺ ആക്കി സ്നോ തന്നെ കുറേ നേരം നോക്കി നിന്നു. ലാസ്റ്റ് ഫ്യൂ സ്നോഫോളിനേക്കാൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇന്നത്തെ സ്നോ. ഭയങ്കര തിക്കായിട്ടായിരുന്നു സ്നോ വീണുകൊണ്ടിരുന്നിരുന്നേ. എത്ര വീഡിയോ എടുത്താലും എത്ര ഫോട്ടോ എടുത്താലും നേരിട്ട് കാണുന്നതിൻ്റെ ആ ഒരു ഭംഗി ഒപ്പിയെടുക്കാൻ പറ്റില്ല കേട്ടോ. ഫ്രൈഡേ നൈറ്റ് ഹസ്ബൻഡ് ബോയ്സ് നൈറ്റ് ഔട്ടിന് വേണ്ടി പോയിക്കായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തതൊക്കെ. അപ്പോൾ ഇന്ന് മോർണിംഗ് ഞാനും മോളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അങ്ങനെയുള്ള ഡേയ്സ് ഞങ്ങൾ യൂഷ്വലി തട്ടിക്കൂട്ടാറാണ് ബ്രേക്ക്ഫാസ്റ്റ്. മോസ്റ്റ്ലി കോൺഫ്ലേക്സ്, ഓട്സ് അങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുക. എൻ്റെ മോൾക്ക് ഓട്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനതിൽ ഹണിയും കൂടി ചേർത്തിട്ട് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കും. എൻ്റെ പിന്നെ നിങ്ങൾക്ക് യൂഷ്വലി അറിയാലോ, ചായ മാത്രം. ഞാൻ യൂഷ്വലി ഭയങ്കര സ്ലോ മോർണിംഗ്സിൻ്റെ ആളാണ് കേട്ടോ. രാവിലെ തന്നെ ഹെവി ആയിട്ടുള്ള കറികൾ കഴിക്കാനൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. സിമ്പിളായിട്ട് എന്തെങ്കിലും കഴിച്ച് പിന്നെ ലഞ്ച് വേണമെങ്കിൽ കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കാറ്. എന്തോ ഈ ഒരു റൂട്ടീനോട് യൂസ്ഡ് ആയി. പിന്നെ ഡയറ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു റൂട്ടീൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. രാവിലെ എനിക്ക് ഹെവി ആയിട്ടൊന്നും വേണ്ട. ബോയിൽഡ് എഗ്, സാൻഡ്വിച്ച് അങ്ങനെയൊക്കെ കഴിച്ച് സ്മൂത്തി ഒക്കെ കുടിച്ചൊക്കെയാണ് മോർണിംഗ്സ് സ്പെൻഡ് ചെയ്യാറ്. ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഡെസ്ക് സ്പേസ് ആണ് കേട്ടോ. വീട് വാങ്ങിക്കുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയത് ഈ ഒരു ഏരിയ ആണ്. അങ്ങനെ മോൾക്ക് ഒച്ചും കൊടുത്ത് ഒരു ഗ്ലാസ് ചായ ഇട്ട് ഞങ്ങളിരുന്ന് കുറച്ച് നേരം കത്തി അടിച്ചു. കത്തിയടിയും ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് പറയാം അവൾക്ക് ബ്ലൂബെറി വേണം സ്നാക്കായിട്ടെന്ന്. എൻ്റെ മോള് കൂടുതൽ സമയവും വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് സ്നാക്കിങ് കുറച്ച് കൂടുതലാണ്. പക്ഷെ ഹെൽത്തി ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് നോ കംപ്ലയിൻസ്. അൺഹെൽത്തിയും കഴിക്കാറുണ്ട്, രണ്ടിൻ്റെയും ബാലൻസ്. പുറത്തെ സ്നോ ഉള്ളിൽ കുറച്ച് തണുപ്പ് കൂട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ സ്നോ തന്നെ നോക്കിയിരിക്കുന്നതുകൊണ്ട് സ്നോൻ്റെ എത്ര വീഡിയോസ് എടുത്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിങ്ങനെ നിങ്ങളെയും കാണിക്കുകയാണ്. പിന്നെ മോൾക്ക് വാങ്ങിച്ചൊരു ചെറിയ പ്ലേ സെറ്റാണ്. ഹസ്ബൻഡിൻ്റെ ലാപ്ടോപ്പ് കണ്ടിട്ട് അവൾക്കും ഒരു പ്രിറ്റൻ ലാപ്ടോപ്പ് സെറ്റ് വേണമെന്ന്. വുഡ് ഫിനിഷും ആണ്, നല്ല പ്രിറ്റി ആയിട്ടുള്ളൊരു സെറ്റായിരുന്നു. മോളുടെ അൺബോക്സിങ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് എൻ്റെ അൺബോക്സിങ്ങിലേക്കാട്ടോ. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന 2 പാക്കേജ് അൺബോക്സിംഗ് ആണ്. ഒരെണ്ണം ഇന്ന് തുറന്നു, ഒരെണ്ണം സൺഡേ ആണ് എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റിയത്. അപ്പം അത് കാണാൻ വേണ്ടി വീഡിയോ ലാസ്റ്റ് വരെ കാണണേ. രണ്ടും മിററാണ്. ഞാൻ മിറർ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ വീട് നിറയെ മിറർ വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ ആ ഒരു ഡ്രീമിലേക്കുള്ള ഫസ്റ്റ് 2 പർച്ചേസ് ആണ് കേട്ടോ ഇത്. ഒന്ന് ഈ ലോങ് ലെങ്ത് ഉള്ള മിറർ. ഇതിന്റെ ഈ ഒരു വിന്റേജ് ടച്ച് ഉള്ള ഫിനിഷും ഗോൾഡൻ ബോർഡറും ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. ഇതെന്നിട്ട് തൽക്കാലം ഞങ്ങളെ ബെഡ്റൂമിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്തു. കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ അത്ര കോസ്റ്റ്ലിയും ആയിരുന്നില്ല. അത് കഴിഞ്ഞ് മോൾക്ക് ലഞ്ച് കൊടുക്കാനുള്ള പ്രിപ്പറേഷൻസ് ആണ്. തക്കാളിക്കറിയും ചോറുമാണ്. ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 4 മണിക്ക് ഒരു പാർട്ടി ഇൻവൈറ്റ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എല്ലാ പരിപാടികളും തീർത്തേക്കായിരുന്നു. ഇൻ ബിറ്റ്വീൻ എൻ്റെ ഫ്രണ്ടിനോട് ഫോണിൽ വിളിച്ച് മിണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരുടെയും മിണ്ടി ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് തീരുന്ന പോലെ തോന്നും. പിന്നെ പണിയെടുക്കാൻ മടിയും തോന്നില്ല. മറ്റേത് കുക്കിംഗ് എനിക്കൊരു ടാസ്ക് പോലെയാണ് കേട്ടോ. ഞാൻ ഒട്ടും എൻജോയ് ചെയ്യാതെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് കുക്കിംഗ് ആണ്. എനിക്ക് കുക്കിംഗ് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ടാസ്ക് ആയിട്ടാ തോന്നല്. പിന്നെ ചെയ്തല്ലേ പറ്റൂ അല്ലേ. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. അതായിരിക്കും ചിലപ്പോൾ കുക്കിങ്ങും എനിക്ക് ഇഷ്ടമല്ലാത്തത്. എത്ര എഫേർട്ട് ഇട്ടാലും, എത്ര സ്ലോ ആയിട്ട് ചെയ്താലും, എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്താലും ഒരു കൈപുണ്യം വേണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതെനിക്കുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. എന്നെ പോലെ ആർക്കെങ്കിലും ഇങ്ങനത്തെ തോട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയണേ. അങ്ങനത്തെ എൻ്റെ എക്സ്ട്രീം റിയാലിറ്റി ചെക്ക് ടോക്കിന് ശേഷം പിന്നെ ഞാൻ പോയത് കുറച്ച് മേക്കപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാനാണ് കേട്ടോ. ഫേസ് ഭയങ്കര ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് ഇതുവരെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഫേസ് തന്നെ ഭയങ്കര വിയേർഡായിട്ട് തോന്നി. അപ്പം ഞാൻ കുറച്ചും കൂടെ വീഡിയോ ഫേസ് ചെയ്ത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിന് വേണ്ടി സ്കിൻ കെയറും ഒരു ഇച്ചിരി മേക്കപ്പും ചെയ്തു. പിന്നെ ഓൾറെഡി പാർട്ടിക്ക് പോകാനുള്ള ടൈമായി കേട്ടോ. ഇന്ന് മകർ സംക്രാന്തിയുടെ ഒരു പൂജയുണ്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ. പൂജ എന്ന് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. അവർ കുറച്ച് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് ബ്ലെസ്സിങ് സീക്ക് ചെയ്യുന്ന ഒരു ചടങ്ങ് പോലെ. പരിപാടിക്ക് വിളിച്ചത് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ട്രഡീഷണലി ഡ്രസ്സപ്പ് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് സിനാരിയോസേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി ഞാൻ ഈ ഒരു പേർപ്പിൾ സാരിയും ഈ ഒരു ബ്ലൗസും ഒട്ടത്തിന് വേണ്ടി സെലക്ട് ചെയ്തത്.
ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു പർപ്പിൾ ഷെയ്ഡിലൊരു സാരി എടുക്കുന്നത്. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഔട്ട്ഫിറ്റ്. പിന്നെ അതിലേക്കുള്ള ജ്വല്ലറി ഓപ്ഷൻസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. ഒന്ന് ഞാൻ വിചാരിച്ചു ഈ ഒരു സെറ്റ് ഇടാമെന്ന്. സെക്കൻഡ് ഓപ്ഷൻ ഈ ഒരു ഇയറിംഗ് ആണ് വിത്ത് ഇയർ ചെയിൻ. കുറച്ച് ഹെവിയാണ് ഈ ലുക്ക്. ഇയർ ചെയിൻ കുറച്ച് പിരിഞ്ഞോണ്ടേ ഇരുന്നു, അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു അത് ഫിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ മുഴുവനാക്കിയിട്ട് ഇട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. യൂഷ്വലി മലയാളീസിനെ കമ്പയർ ചെയ്യുമ്പോൾ നോർത്ത് ഇന്ത്യൻസ് കുറച്ചും കൂടെ ഹെവി ജ്വല്ലറി ആണ് കേട്ടോ ഓപ്റ്റ് ചെയ്യുന്നത്. എനിക്കപ്പോൾ അവരുടെ പാർട്ടിക്ക് പോകുമ്പോൾ അതൊക്കെ കാണാനും അതുപോലെ ഹെവി ആയിട്ട് ജ്വല്ലറീസ് ഇടാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരുങ്ങി ഇറങ്ങി മോളയിട്ട് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ആദ്യം പോയത്. ഫ്രണ്ടിന്റെ കുറച്ച് ഓർണമെന്റ്സും കാണിച്ചു തരാം. പുള്ളിക്കാത്തി ബ്ലൂ സാരി ഇട്ടത്, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോ എടുത്തപ്പോൾ രണ്ടും ബ്ലൂ പോലെ വന്നിട്ടുണ്ട് ഫോട്ടോയില്. പിന്നെ ഇതെന്റെ ഫ്രണ്ട് ഡെക്കറേറ്റ് ചെയ്തതാട്ടോ അവരുടെ വീട്ടില്. മകർ സംക്രാന്തിക്ക് അവർ പട്ടം പറത്തുന്ന ഒരു ട്രഡീഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതലായിട്ട് പറയാൻ അറിയില്ല ഈ ഒരു സെലിബ്രേഷനെ കുറിച്ചിട്ട്. പക്ഷെ ഞാൻ ഇതൊക്കെ പണ്ട് ഹിന്ദി സീരിയലിൽ കണ്ട ഒരു ഓർമ്മ ഉണ്ട് കേട്ടോ. കൈറ്റ്സ് പേപ്പറിൽ വരച്ചൊട്ടിച്ച് അങ്ങനെയൊക്കെയാണ് വാൾസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാംഗിൾസും മംഗൾസൂത്രവും വെച്ചിട്ട് ഇങ്ങനെയും താഴെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി അത്യാവശ്യം കുറേ ഇന്ത്യൻസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ആൾക്കാരെയും ഡിഫറെൻറ്റ് കൾച്ചേഴ്സും ട്രഡീഷൻസും ഒക്കെ കുറിച്ച് കേൾക്കാനും അവരുടെ കഥകളൊക്കെ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും അവരായിട്ടൊക്കെ സംസാരിച്ചിരിക്കാൻ. ഈ ഫ്രണ്ടിൻ്റെ മോളും എൻ്റെ മോളും നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് ഒരു ഹോൾ ഡേ ഞങ്ങൾ കൂടെ സ്പെൻഡ് ചെയ്ത് കുറേ വർത്താനം പറഞ്ഞു നിന്നിട്ടാണ് അവർ പോയത്. ഞങ്ങളെ കൂടാണ്ട് വേറെയും 10 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ കഥയൊക്കെ പറഞ്ഞ് റീൽസ് എടുത്ത് കുറേ തമാശകളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിരിഞ്ഞത്. ഫുഡ് ചെറിയൊരു സ്നാക്ക് പാർട്ടി ആയിരുന്നു, സമൂസയും ചാട്ടും ഒക്കെ ആയിട്ട്. എല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു. അത് കൂടാണ്ട് കുറേ സ്വീറ്റ്സ് ഉണ്ടായി, നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ്. പോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു ഗിഫ്റ്റും കൂടി തന്നിട്ടാട്ടോ ഞങ്ങളെ വിട്ടത്. ഗിഫ്റ്റ് വീട്ടിലെത്തിയിട്ട് തുറന്നു നോക്കായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ. 2 പേര് ഒരുമിച്ച് തന്ന ഗിഫ്റ്റ് ആയതുകൊണ്ട് 2 ടൈപ്പ് ഗിഫ്റ്റ് ഉണ്ട്. ഒരു ചെറിയ ലൈറ്റുള്ള ഗാർലൻഡും മറ്റേത് ചെറിയ ടൈനി ജുംക്ക, പിന്നെ കുറച്ച് ഡെക്കറേഷൻ പീസുകൾ. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അല്ലേ. പിന്നെ നൈറ്റ് വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ സിനിമ കാണാനിരുന്നു. ഏതായിരിക്കും മൂവിന്ന് നിങ്ങൾ ഗസ് ചെയ്യണം കേട്ടോ. ഇൻട്രോ സീൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതോടുകൂടി സാറ്റർഡേനോട് ഗുഡ് നൈറ്റ് പറഞ്ഞു. സൺഡേ രാവിലെ ആയിട്ടുണ്ട്. ഇന്ന് വലിയ വലിയ ഇറ്റിനറികളൊന്നുമില്ല. വീടൊന്ന് റീസെറ്റ് ചെയ്യണം ആസ് യൂഷ്വൽ. പിന്നെ നൈറ്റ് ഒരു ചെറിയൊരു ഡിന്നറുണ്ട്. ഇന്നത്തെ ദിവസം സ്നോ ഉണ്ടായിട്ടോ മോർണിംഗ്. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ തുടങ്ങി. കഴിഞ്ഞ ആഴ്ച ഫുൾ ഹോം റീസെറ്റിൻ്റെ ഭാഗമായിട്ട് വിട്ടുപോയ കുറച്ച് ഏരിയാസ് ഉണ്ട് ഇന്ന് ക്ലീൻ ചെയ്യാൻ. മെയിനായിട്ട് ബാത്റൂംസ് ആണ്. 4 ബാത്റൂമാണ് ഞങ്ങളെ വീട്ടിലുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിഞ്ഞിട്ട് വേണം ആ പരിപാടിയിലോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഹസ്ബൻഡാണെങ്കിൽ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോയായിരുന്നു ഷോപ്പിൽ. വീട്ടിലെ ഫിഷും മീറ്റും എല്ലാം റീസ്റ്റോക്ക് ചെയ്യാനുള്ള ടൈമായി. അവിടേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് പേഴ്സ് കാണാനില്ലെന്ന് അറിഞ്ഞത്. പിന്നെ ടെൻഷനായല്ലോ. അത് തെരഞ്ഞ് തീർന്നു കേട്ടോ ഹാഫ് ഡേ മൊത്തം ഞങ്ങളുടെ 2 പേരുടെ. അത് പിന്നെ യൂഷ്വൽ വെച്ച സ്ഥലത്ത് തന്നെ കിട്ടിയിട്ടോ. പക്ഷെ വീട് മൊത്തം അതിന് വേണ്ടി തെരഞ്ഞു. എനിക്ക് ആക്ച്വലി അടുക്കള ഇങ്ങനെ മെസ്സി ആയിരിക്കണ കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ടിരിക്കാൻ തോന്നില്ല കേട്ടോ. അപ്പം ഞാൻ ചായ അടുപ്പത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ യൂഷ്വൽ മെസ്സൊക്കെ ക്ലീൻ ചെയ്യായിരുന്നു. അങ്ങനെ ഒരു ക്ലീൻ സ്പേസിൽ നല്ല അടിപൊളി ചായ ഉണ്ടാക്കി കുടിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം, ആഹാ, അതൊന്ന് വേറെ തന്നെ. പിന്നെ ഹസ്ബൻഡ് കൊണ്ടുവന്ന മീറ്റും എല്ലാം വേർതിരിച്ച് വെക്കുമായിരുന്നു. പണ്ട് സിപ്പ് ലോക്കിലൊന്നും ആക്കി വേർതിരിച്ച് വെക്കുന്ന ഹാബിറ്റൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെല്ലെ മെല്ലെ. അതാകുമ്പോൾ പിന്നെ കുക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ ഈസി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഹസ്ബൻഡാണ് അതിൻ്റെ പണിപ്പുരയിലേക്ക് നിന്നത്. ഞാൻ ഇൻ ബിറ്റ്വീൻ വേടിച്ച കുറച്ച് സ്പൈസസ് എല്ലാം ജാറിലാക്കി വെക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഹസ്ബൻഡ് ഡിന്നറിൻ്റെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ നിന്നപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ ബാത്റൂം ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം പോയത് ഏറ്റവും താഴത്തെ ഫ്ലോറിലെ ബാത്റൂമാണ്. നോക്കുമ്പോൾ അതിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. അതങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല. അപ്പോൾ നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ചെറിയൊരു സന്തോഷം തോന്നി. അങ്ങനെ എല്ലാം കെട്ടിപ്പറക്കി ഇതേ 2ാമത്തെ ബാത്റൂമിൽ എത്തിയിട്ടുണ്ട്. ഇത് എന്തായാലും ക്ലീൻ ആക്കണം. ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള സ്പേസേ ഉള്ളൂ കേട്ടോ താഴത്തെ 2 ബാത്റൂമും. അതൊരിക്കലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല. അത്രയും മാത്രം വൃത്തിയാക്കിയാൽ മതിയല്ലോ, അതിൻ്റെ സന്തോഷമാണ്. പിന്നെ മോസ്റ്റ് ബാത്റൂംസിൽ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു ഫ്രെയിമുകൾ വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ചെറിയൊരു മിൻറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ഞാൻ ഈ ബാത്റൂം ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി 2 ഫുൾ ബാത്ത്സും മുകളിലെ ബെഡ്റൂമിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് ഉള്ളത്. ഈ ഒരു ബാത്റൂമിൽ മാത്രമേ ടബുള്ളൂ. പിന്നെ ഷവർ കർട്ടൻ ഞാൻ എസ്തെറ്റിക് കണ്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ഒട്ടും യൂസർ ഫ്രണ്ട്ലി അല്ലാന്ന് തോന്നി. ടബ് കാണാൻ നല്ല രസമാണെങ്കിലും യൂസ് ചെയ്യാനും ഗുഡാണെങ്കിലും വൃത്തിയാക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ക്യാബിനറ്റും കൂടി വാങ്ങിച്ച് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇൻഷാല്ല ഇവൻച്വലി പറ്റുമായിരിക്കും. ഇത് ആക്ച്വലി ഒരു ഗസ്റ്റ് ബാത്റൂമാണെന്ന് പറയാം. പാരൻസൊക്കെ വന്നപ്പോൾ ഈ ഒരു
ബാത്റൂമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ സാധനങ്ങളെല്ലാം ഞാനൊരു ബ്ലാക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ ഫൈനലി എല്ലാം കെട്ടിപ്പറക്കി ഇത് മാസ്റ്റർ ബാത്റൂമിൽ എത്തിയിട്ടുണ്ട്. ഈ ബാത്റൂമിന് സ്റ്റാൻഡിങ് ഷവറാണുള്ളത്. അത് കൂടാണ്ട് ഞാൻ ഈ ബാത്റൂം ലൈറ്റ് ബ്ലൂ തീമിലാണ് ഡെക്കറേറ്റ് ചെയ്യാൻ മനസ്സിൽ വിചാരിച്ചത്. അപ്പോൾ അതിന് മാച്ചാവുന്ന ചെറിയൊരു ഫ്രെയിമും ഗ്ലാസ് എക്വിപ്മെൻറ്റ്സാണ് കൂടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു കുളി പാസ്സാക്കി ഒരു ക്യൂട്ട് ഔട്ട്ഫിറ്റിലോട്ട് മാറി. ഇന്നലെ കിട്ടിയ കുഞ്ഞ് ജുമക്ക ഇടാനൊരു പൂതി തോന്നി. പുതിയ കണ്ണാടി കൂടി ആവുമ്പോൾ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ ഒപ്പിയെടുക്കലായി ഫുള്ള്. പിന്നെ പറയാൻ വന്നത്, ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമാട്ടോ ഇവിടെ ട്രാഷ് പിക്ക് ചെയ്യുന്നത്. എല്ലാ സൺഡേസും ആണേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനപ്പോ തെളിച്ചോണ്ട് നിങ്ങളോട് പറയണേന്ന്. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ആഴ്ചത്തെ ട്രാഷ് ഡേ മറന്ന് ഒരു കിൻഡൽ ട്രാഷ് ഇപ്പം എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. അപ്പൊ ഞാൻ മറക്കാതെ എല്ലാ റൂമിലെയും കെട്ടിപ്പിറക്കി താഴെ ബിന്നിൽ കൊണ്ടുവെക്കായിരുന്നു. എന്നിട്ട് അത് വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാല് ഒരു 4-5 ഏർലി മോർണിംഗ് ടൈമിൽ അവർ വന്നിട്ട് എടുത്തു കൊണ്ടുപോകും ട്രാഷ്. ഈ ഒരു ദിവസം മാത്രമുള്ള കുറച്ച് കഷ്ടാട്ടോ. എങ്ങാനും മറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും ഇന്നത്തെ പോലെ. പിന്നെ എൻ്റെ മോൾക്ക് ഹോംവർക്ക് ഉണ്ടായി. ഇവിടെ അങ്ങനെ ഹോംവർക്ക്സ് ഒന്നും അധികം കിട്ടാറില്ല, മോസ്റ്റ്ലി കുഞ്ഞ് ക്ലാസ് ആയതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇതാ എൻ്റെ രണ്ടാമത്തെ അൺബോക്സിങ്ങിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതും ഒരു മിററാണ് കേട്ടോ. ഇതിന്റെയും ഗോൾഡൻ ഫിനിഷ് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ ഒരു വേവി മോഡലില്. ഞാനിത് സൈസ് റെഡി ആയില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാച്ചിട്ടായിരുന്നു. പക്ഷെ പെർഫെക്റ്റ് ഫിറ്റ് ആണ് ഞാൻ വിചാരിച്ച സ്പേസിന്. അത് വെക്കുന്ന ഒരു വീഡിയോ ഞാൻ വേറെ ആയിട്ട് ചെയ്യാം. കുറച്ച് സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എവിടെ എങ്ങനെയാണ് ഞാൻ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഉണ്ടാക്കിയ ഫുഡ് എടുത്തിട്ട് ഞങ്ങൾ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാണ് ഡിന്നറിന്. സ്നോ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കണുണ്ട്. ഒരു ഗംഭീര ഷെഫാണ് കേട്ടോ ഈ ഫ്രണ്ട്. നല്ല അടിപൊളിയായിട്ട് ബീഫും മീറ്റും പാസ്തയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകത്തുള്ള എല്ലാ കറണ്ട് ടോപ്പിക്സും സംസാരിച്ച് കുറെ നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഈ കലാപരിപാടിയോട് കൂടി ഒരു സംഭവ ബഹുലമായ ഒരു വീക്കെൻഡ് കഴിഞ്ഞു കേട്ടോ. മാക്സിമം ബോറടിപ്പിക്കാത്ത എന്നാൽ കാണാനും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിത് എഡിറ്റ് ചെയ്തും ഷൂട്ട് ചെയ്തും ചെയ്തിരിക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.